നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ കുമാരനാശാൻ എഴുതിയ ചിന്താവിഷ്ടയായ സീത എന്ന കവിതയിലെ ഏതാനും വരികളാണ്. സുധർമാമുനിയോടയോധ്യയിൽ ഗദരായോരണ വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുട ജാന്തവാടിയിൽ. സുധർമാമുനിയോടയോധ്യയിൽ ഗദരായോരണ വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുട ജാന്തവാടിയിൽ. അരിയോരണിപ്പന്തലായി സതിക്കൊരു പൂവാക വിതർത്ത ശാഖകൾ ഹരിനീലതൃണങ്ങൾ കീഴിടുന്നരുളും പട്ടുവിരിപ്പുമായിതു. രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോന്നവിടെത്താൻ തനിയിരിപ്പതും. പുളകങ്ങൾ കയറ്റിലാമ്പലാൽ തെളിയിക്കും തമസാസമീരനിൽ ഇളകും വനരാജി വെണ്ണിലാവൊളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി. വനമുല്ലയിൽ നിന്നു വായുവിൻ ഗതിയിൽ പാറി വരുന്ന പൂക്കൾ പോൽ ഘനവേണി വഹിച്ചു കൂന്തലിൽ പതിയും തൈജസ കീടപങ്ക്തി. ഒരു നോട്ടവും എന്നിലിന്നിതേ വിരിയാതൽപ്പമടഞ്ഞ കണ്ണുകൾ പരുഷാളക പങ്ക്തി കാറ്റിലാനുരസുമ്പോൾ വിളക്കമിന്നി. ഉടൽ മൂടിയിരുന്നു ദേവി തൻ ഉടയാടത്തളിരുന്നു കൊണ്ടു താൻ വിടവങ്ങളോടൊത്ത കൈകൾ തൻ തുടമേ വെച്ചുമിരുന്നു സുന്ദരി. അലസാങ്കിനി വന്നിരുന്നു മെയ്യലയാതാനതമേനിയെങ്കിലും അയവാർന്നിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. അലസാങ്കിനി വർന്നിരുന്നു മെയ്യലയാതാനതമേനിയെങ്കിലും അയവാർന്നിടയിൽ ശ്വസിച്ചു ഹാ നിയമം വിട്ടൊരു തെന്നൽ മാതിരി. അയവാർന്നിടയിൽ
നന്ദി, നമസ്കാരം.